Hello my dear students, welcome to Learner's World. In this video, I talk about Unit 3, Indian Constitutional Values and Education, Part 2. Fundamental Rights in Indian Constitution. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 14 to 32 ഡീൽ വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The fundamental rights are defined as basic human freedoms that every Indian citizen is entitled to enjoy for a proper and harmonious development of a personality. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ബേസിക് ഹ്യൂമൻ ഫ്രീഡമാണ് എന്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ സിറ്റിസണും അവൈലബിൾ ആയിട്ടുള്ള ഒരു ബേസിക് ഹ്യൂമൻ ഫ്രീഡത്തിനെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ദീസ് റൈറ്റ്സ് യൂണിവേഴ്സലി അപ്ലൈ ടു ഓൾ സിറ്റിസൺസ് ഇറസ്പെക്റ്റീവ് ഓഫ് റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ, കാസ്റ്റ് ഓർ ജെൻഡർ. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എല്ലാ സിറ്റിസണും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, റിലീജിയൻ, കാസ്റ്റ് ഓർ ജെൻഡർ. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതായത് റേസിൻ്റെയോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്തിൻ്റെയോ റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ ജെൻഡറിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്. എല്ലാ സിറ്റിസണും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് നോക്കാം. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഇൻഫോർമേഷൻ. ദെൻ വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇനി നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 51A സ്റ്റേറ്റ്സ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ആർട്ടിക്കിൾ 51ലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഡിഫൈൻഡ് ആസ് ദ മോറൽ ഒബ്ലിഗേഷൻസ് ഓഫ് ഓൾ സിറ്റിസൺ ടു ഹെൽപ്പ് പ്രൊമോട്ട് എ സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് ടു അപ്പോൾഡ് ദ യൂണിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു മോറൽ ഒബ്ലിഗേഷനാണെന്ന് പറയാം. അതായത് ഓരോ സിറ്റിസൻ്റെയും, അതായത് എല്ലാ സിറ്റിസൻ്റെയും ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കടമയാണ് എന്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതായത് നമ്മളുടെ പാട്രിയോട്ടിസം പ്രൊമോട്ട് ചെയ്യാൻ ഓരോ സിറ്റിസണെയും ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഇന്ത്യയുടെ യൂണിറ്റി മുറുകെ പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആന്തം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ അതിൻ്റെ ഐഡിയൽസിനെയും അതുപോലെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ നാഷണൽ ഫ്ലാഗിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. നാഷണൽ ആന്തത്തിനെ ദേശീയ ഗാനം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ വരുന്നത്. ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് വിച്ച് ഇൻസ്പയർഡ് അവർ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. അതുപോലെ അതായത് നമ്മളുടെ നാഷണൽ സ്ട്രഗിൾ നമ്മളുടെ ഫ്രീഡത്തിലേക്ക് നയിച്ചിട്ടുള്ള ആ ഒരു നാഷണൽ സ്ട്രഗിൾ, അതിന് ഇൻസ്പയർ ആയിട്ടുള്ള നോബിൾ ഐഡിയൽസ് നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ ടു അപ്പോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറൈനിറ്റി, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. അതേപോലെ നമ്മളുടെ ഇന്ത്യയുടെ യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, സോവറൈനിറ്റി ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നമ്മൾ മുറുകെ പിടിക്കുകയും ഒക്കെ ചെയ്യണം. ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവിറോൺമെൻറ്റ് ഇൻക്ലൂഡിങ് ഫോറസ്റ്റ്, lakes, rivers and wildlife and to have compassion for living creatures. അതുപോലെ നമ്മളുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് അതിൽ വരുന്നതാണ് ഫോറസ്റ്റുകൾ, ലേക്സ്, തടാകങ്ങൾ, റിവേഴ്സ്, വൈൽഡ് ലൈഫ്. ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ ഓരോ സിറ്റിസൻ്റെയും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ലിവിങ് ക്രിയേച്ചേഴ്സിനോട് നമുക്കൊരു കമ്പാഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ബൈ ദ പാരൻറ്റ് ടു ഹിസ് ചൈൽഡ് ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് 6
ആൻഡ് 14 ഇയേഴ്സ്. അതുപോലെ പാരൻസ് എന്ത് ചെയ്യണം, അതായത് 6 to 14 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് എല്ലാ സിറ്റിസൻ്റെയും ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഓക്കെ, താങ്ക് യു.